ഹലോ, ഇത് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച അക്രിലിക് കളേഴ്സാണ് കേട്ടോ. അതുപയോഗിച്ചൊരു പെയിൻറ്റിങ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് മാത്രമല്ല, വേറെയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില കളേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡോഗിൻ്റെ പെയിൻറ്റിംഗ് ആണ്. ഇത് പിൻട്രസ്റ്റിൽ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ നോക്കിയിട്ട് വരച്ചതാണ്. ഈ ഒരു പെയിൻറ്റിങ് മുഴുവൻ ഞാൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ലാൻഡിങ് ബ്രഷാണ് കേട്ടോ. ഈ ബ്രഷിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതേപോലെ അറ്റം ചെറുതായിട്ട് ചരിഞ്ഞിരിക്കുന്ന ബ്രഷാണ്. ഇതുപയോഗിച്ചിട്ട് നമുക്ക് ഫൈൻ ലൈൻസും വരക്കാം. അതുപോലെ തന്നെ ലാർജർ ഏരിയാസ് കവർ ചെയ്യാനായിട്ട് ഫ്ലാറ്റ് ബ്രഷ് പോലെയും ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത്ര ഒരു ബ്ലെൻഡഡ് ഇഫക്റ്റ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിലും ഈ ഒരു ബ്രഷ് നല്ലതായിരിക്കും. കാരണം ഇത് ഒരു നൈഫിൻ്റെയൊക്കെ ഒരു ഇഫക്റ്റ് എനിക്ക് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അത്രത്തോളം നന്നായിട്ട് യോജിച്ചിങ്ങനെ വരുന്നത് പോലെ തോന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത് പോലെ, ചില സ്ട്രോക്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് കാണുന്നത് പോലെ നിൽക്കാനായിട്ടൊക്കെ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡോഗിൻ്റെ പിക്ചർ ഏതാണ്ടൊക്കെ വരച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളത്. ഇപ്പം തോന്നാണ് അതിൻ്റെ ആ മീശരോമങ്ങൾ വരച്ചത് കുറച്ചുകൂടി ഒന്ന് എടുത്ത് കാണാമായിരുന്നു എന്ന്. മീശ ഇല്ലാത്തതുപോലെ ഇല്ലേ ഇപ്പോൾ കണ്ടിട്ട്. എന്തായാലും സാരമില്ല, നെക്സ്റ്റ് പെയിൻറ്റിങ്ങിൽ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.